അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിർമ്മിച്ച രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തുടങ്ങി. 101 ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ബി ബാലഗോപാലുണ്ട്. ബാലു, എങ്ങനെയാണ് ഈ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? എത്രത്തോളം പ്രധാനമാണ് അയോധ്യയിൽ ഈ പ്രതിഷ്ഠ? രതീഷ, അയോധ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 22-നാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രധാന വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. അതിൻ്റെ തുടർച്ചയായുള്ള രണ്ടാം ഘട്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. ഈ രണ്ടാം ഘട്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം നിർമ്മിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ രാംലല്ല സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടു മുകളിലായി നിർമ്മിച്ചിരിക്കുന്ന രാം ദർബാറിലെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ ഈ രാജാവായ ശ്രീരാമൻ്റെ ഈ പ്രാണപ്രതിഷ്ഠയാണ് നടക്കുന്നത്. അതിനു പുറമെ ഒന്നാം നിലയിലുള്ള ഉപദൈവങ്ങളുടെ 14 ഉപക്ഷേത്രങ്ങളുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. 101 ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അയോധ്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 6:30-നാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. ഈ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചടങ്ങ് അത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.